കേരള PSCയുടെ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 74/24. ഞാൻ ചോദ്യം വായിച്ച് ആൻസേഴ്സ് പറയാൻ എടുക്കുന്ന ടൈം കൊണ്ട് നിങ്ങൾ ആൻസേഴ്സ് കണ്ടെത്തി വെക്കുക. അതാവുമ്പോൾ എത്ര ആൻസേഴ്സ് നിങ്ങൾക്ക് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് നിങ്ങൾക്ക് തന്നെ വിലയിരുത്താൻ പറ്റും. ചോദ്യങ്ങളിലേക്ക് കടക്കാം. രാജാറാം മോഹൻ റോയ് ബംഗാളി ഭാഷയിൽ ആരംഭിച്ച പത്രം? സ്വദേശി മിത്രം, കേസരി, സമ്പാദ് കൗമുദി, ന്യൂ ഇന്ത്യ. ഉത്തരം ഓപ്ഷൻ സി, സമ്പാദ് കൗമുദിയാണ് രാജാറാം മോഹൻ റോയ് ബംഗാളി ഭാഷയിൽ ആരംഭിച്ച പത്രം. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സർവകലാശാല സ്ഥാപിച്ചതാര്? ഡോക്ടർ സക്കീർ ഹുസൈൻ, DK കാർവെ, MA അൻസാരി, GG അഗാർക്കർ. ഉത്തരം ഓപ്ഷൻ ബി, DK കാർവെ ആണ് ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സർവകലാശാല സ്ഥാപിച്ചത്. വിഷ്ണു കൃഷ്ണ ചിപ്ലുങ്കർ നിബന്ധമാല എന്ന കൃതി ഏത് ഭാഷയിലാണ് രചിച്ചത്? ബംഗാളി, മറാത്തി, ഉറുദു, ഹിന്ദി. ഉത്തരം ഓപ്ഷൻ ബി, മറാത്തി. ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയന്റൽ ആർട്സിന്റെ സ്ഥാപകൻ? അമൃത ഷേർഗിൽ, നന്ദലാൽ ബോസ്, അബനീന്ദ്രനാഥ് ടാഗോർ, ജ്യോതിബ ഫൂലെ. ഉത്തരം ഓപ്ഷൻ സി, അബനീന്ദ്രനാഥ് ടാഗോർ ആണ് ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയന്റൽ ആർട്സിന്റെ സ്ഥാപകൻ. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം ഇതുവരെയായി എത്ര തവണ ഭേദഗതി ചെയ്തു? 1 തവണ, 3 തവണ, 2 തവണ, 4 തവണ. ഉത്തരം ഓപ്ഷൻ എ, 1 തവണയാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം ഭേദഗതി ചെയ്തിട്ടുള്ളത്. ഐക്യ കേരള പ്രതിജ്ഞ എഴുതിയതാര്? KP കേശവ മേനോൻ, VR കൃഷ്ണൻ എഴുത്തച്ഛൻ, NV കൃഷ്ണ വാര്യർ, K അയ്യപ്പൻ. ഉത്തരം ഓപ്ഷൻ സി, NV കൃഷ്ണ വാര്യർ. ഐക്യ കേരള പ്രതിജ്ഞ എഴുതിയത് NV കൃഷ്ണ വാര്യർ. മൗലിക കടമകൾ എന്ന ആശയം ഇന്ത്യ ഏത് രാജ്യത്തിന്റെ ഭരണഘടനയിൽ നിന്ന് എടുത്തതാണ്? ബ്രിട്ടൻ, റഷ്യ, അയർലൻഡ്, കാനഡ. ഉത്തരം ഓപ്ഷൻ ബി, റഷ്യ. മൗലിക കടമകൾ എടുത്തിട്ടുള്ളത് റഷ്യയിൽ നിന്ന്. താഴെ പറയുന്നവരിൽ ആരാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് അല്ലാത്തത്? ബാലഗംഗാധര തിലക്, ലാലാ ലജ്പത് റായ്, ചിത്തരഞ്ജൻ ദാസ്, ഗോപാലകൃഷ്ണ ഗോഖലെ. ഉത്തരം ഓപ്ഷൻ എ ആണ്, ബാലഗംഗാധര തിലക്. തുലാം 10 സമരം എന്നറിയപ്പെടുന്ന സമരം ഏത്? പുന്നപ്ര വയലാർ സമരം, കല്ലുമാല സമരം, ഇലക്ട്രിസിറ്റി സമരം, കയ്യൂർ സമരം. ഉത്തരം ഓപ്ഷൻ എ, പുന്നപ്ര വയലാർ സമരമാണ് തുലാം 10 സമരം എന്നറിയപ്പെടുന്ന സമരം. താഴെ പറയുന്നവയിൽ ഏതാണ് 1806 നടന്നത്? സന്യാസി കലാപം, മലബാർ കലാപം, വെല്ലൂർ കലാപം, ശിപ്പായി കലാപം. ഉത്തരം ഓപ്ഷൻ സി, വെല്ലൂർ കലാപമാണ് 1806 നടന്നത്. ശ്രീനാരായണ ഗുരുവിനെ 2ാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ചതാര്? G ശങ്കരക്കുറുപ്പ്, വാഗ്ഭടാനന്ദൻ, വൈകുണ്ഠസ്വാമികൾ, C കേശവൻ. ഉത്തരം ഓപ്ഷൻ എ, G ശങ്കരക്കുറുപ്പ്. ശ്രീനാരായണ ഗുരുവിനെ 2ാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ചത് G ശങ്കരക്കുറുപ്പ്. വിവേകോദയത്തിന്റെ സ്ഥാപകൻ ആര്? കുമാരനാശാൻ, വള്ളത്തോൾ, ശ്രീനാരായണ ഗുരു, അയ്യങ്കാളി. ഉത്തരം ഓപ്ഷൻ എ, കുമാരനാശാൻ. വിവേകോദയത്തിന്റെ സ്ഥാപകൻ കുമാരനാശാൻ. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തെ ഇന്ത്യയുടെ രാഷ്ട്രീയ ജാതകം എന്ന് വിശേഷിപ്പിച്ച വ്യക്തി ആര്? KM മുൻഷി, ഡോക്ടർ BR അംബേദ്കർ, ജവഹർലാൽ നെഹ്റു, സർദാർ വല്ലഭായ് പട്ടേൽ. ഉത്തരം ഓപ്ഷൻ എ, KM മുൻഷി. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തെ ഇന്ത്യയുടെ രാഷ്ട്രീയ ജാതകം എന്ന് വിശേഷിപ്പിച്ചത് KM മുൻഷി. 102ാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെ കൂട്ടിച്ചേർക്കപ്പെട്ട പുതിയ അനുച്ഛേദം? അനുച്ഛേദം 338B, അനുച്ഛേദം 336, അനുച്ഛേദം 302, അനുച്ഛേദം 334A. ഉത്തരം ഓപ്ഷൻ എ, അനുച്ഛേദം 338B. 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് നിർബന്ധിതവും സൗജന്യവുമായ വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുന്ന അനുച്ഛേദം? അനുച്ഛേദം 4A, അനുച്ഛേദം 24, അനുച്ഛേദം 21A, അനുച്ഛേദം 21. ഉത്തരം ഓപ്ഷൻ സി ആണ്, അനുച്ഛേദം 21A-യിലാണ് 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികളുടെ നിർബന്ധിതവും സൗജന്യവുമായ വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുന്ന അനുച്ഛേദം. 2020 ഓഗസ്റ്റിൽ മഹാത്മാഗാന്ധിയോടുള്ള ആദരസൂചകമായി നാണയം പുറത്തിറക്കിയ രാജ്യം? യുണൈറ്റഡ് കിങ്ഡം, ജർമ്മനി, സൗദി അറേബ്യ, റഷ്യ. ഉത്തരം ഓപ്ഷൻ എ, യുണൈറ്റഡ് കിങ്ഡം ആണ് 2020 മഹാത്മാഗാന്ധിയോടുള്ള ആദരസൂചകമായി നാണയം പുറത്തിറക്കിയ രാജ്യം. യൂണിയൻ ലിസ്റ്റിന്റെ അധികാര പരിധിയിൽപ്പെടുന്നത് താഴെ പറയുന്നവയിൽ ഏതാണ്?
വാർത്താവിനിമയം, ജനസംഖ്യാ നിയന്ത്രണം, വിദ്യുത് ശക്തി, ക്രമസമാധാനം. ഉത്തരം ഓപ്ഷൻ എ വാർത്താവിനിമയമാണ് യൂണിയൻ ലിസ്റ്റിന്റെ അധികാരപരിധിയിൽ വരുന്നത്. തന്നിട്ടുള്ള പ്രസ്താവനകളിൽ 4-ാം പഞ്ചവത്സര പദ്ധതിയെ സംബന്ധിച്ച് ശരിയായവ ഏതെല്ലാം? 1969-74 കാലഘട്ടത്തിൽ നടപ്പിലാക്കി. മഹലനോബിസ് മാതൃക എന്ന പേരിൽ പ്രസിദ്ധമായി. ഗാഡ്ഗിൽ മോഡൽ നടപ്പിലാക്കി. ഇന്ത്യയിലെ പ്രഥമ ബാങ്ക് ദേശസാൽക്കരണം ഈ കാലഘട്ടത്തിൽ നടപ്പിൽ വന്നു. ഉത്തരം ഓപ്ഷൻ സി ആണ്. 1, 3, 4 ശരിയായിട്ടുള്ള പ്രസ്താവനകൾ. താഴെ പറയുന്നവയിൽ നീതി ആയോഗിനെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന ഏത്? നീതി ആയോഗ് 2015 ജനുവരി 1 രൂപീകരിക്കപ്പെട്ടു. ഇന്ത്യൻ ഗവൺമെന്റിന്റെ പ്രധാന പരിപാടിയായ ചിന്താ സംഭരണിയാണ് നീതി ആയോഗ്. നീതി ആയോഗ് സഹകരണ ഫെഡറലിസത്തെ പ്രോത്സാഹിപ്പിക്കുന്നു. നീതി ആയോഗ് ഒരു ഭരണഘടനാ സംവിധാനമാണ്. ഉത്തരം ഓപ്ഷൻ ഡി. നീതി ആയോഗ് ഒരു ഭരണഘടനാ സംവിധാനമാണ്. 1971 നടന്ന ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം ഏത് പേരിലാണ് വിശേഷിപ്പിക്കപ്പെട്ടത്? ഓപ്പറേഷൻ സെർച്ച് ലൈറ്റ്, ഓപ്പറേഷൻ ചെങ്കിസ് ഖാൻ, ഓപ്പറേഷൻ വിജയ്, ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ. ഉത്തരം ഓപ്ഷൻ ബി ആണ്. ഓപ്പറേഷൻ ചെങ്കിസ് ഖാൻ. 1971 നടന്ന ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം വിശേഷിപ്പിക്കപ്പെട്ടത് ഓപ്പറേഷൻ ചെങ്കിസ് ഖാൻ. നമ്മുടെ ജീവിതത്തിൽ നിന്നും പ്രകാശം മറഞ്ഞു പോയിരിക്കുന്നു. എവിടെയും ഇരുട്ടാണ്. ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന്റെ ഈ വാക്കുകൾ ഏത് സംഭവത്തെക്കുറിച്ചാണ്? ഇന്ത്യയുടെ വിഭജനം, ജാലിയൻ വാലാബാഗ് സംഭവം, ഇന്ത്യ പാക് യുദ്ധം, ഗാന്ധിജിയുടെ മരണം. ഉത്തരം ഓപ്ഷൻ ഡി. ഗാന്ധിജിയുടെ മരണമാണ്. സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യൻ യൂണിയൻ രൂപീകൃതമായപ്പോൾ യൂണിയനിൽ ചേരാൻ വിസമ്മതിച്ച നാട്ടുരാജ്യങ്ങളിൽ പെടാത്തതേത്? മൈസൂർ, ഹൈദരാബാദ്, കാശ്മീർ, ജുനഗഡ്. ഉത്തരം ഓപ്ഷൻ എ മൈസൂർ ആണ്. സ്വതന്ത്രാനന്തര ഇന്ത്യൻ യൂണിയൻ രൂപീകരിച്ചപ്പോൾ യൂണിയനിൽ ചേരാൻ വിസമ്മതിച്ച നാട്ടുരാജ്യങ്ങളിൽ ഇതിൽ പെടാത്തത്. 2023 ഒക്ടോബറിൽ നടന്ന മമ്മൂട്ടിയോടുള്ള ആദരസൂചകമായി അദ്ദേഹത്തിന്റെ മുഖമുള്ള 10,000 പേഴ്സണലൈസ്ഡ് സ്റ്റാമ്പുകൾ പ്രകാശനം ചെയ്ത രാജ്യം? സൗദി അറേബ്യ, ഖത്തർ, കാനഡ, ഓസ്ട്രേലിയ. ഉത്തരം ഓപ്ഷൻ ഡി. ഓസ്ട്രേലിയയാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ആഴക്കടൽ തുറമുഖം? കൊച്ചി, മുംബൈ, വിഴിഞ്ഞം, വിശാഖപട്ടണം. ഉത്തരം ഓപ്ഷൻ സി. വിഴിഞ്ഞം. തന്നിരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഉത്തരപർവ്വത മേഖലയുടെ ഭാഗമല്ലാത്ത സംസ്ഥാനങ്ങൾ ഏതെല്ലാമാണ്? ത്രിപുര, ഉത്തരാഖണ്ഡ്, ഗുജറാത്ത്, സിക്കിം, മധ്യപ്രദേശ് എന്നിവയാണ് കൊടുത്തിട്ടുള്ളത്. ഉത്തരം ഓപ്ഷൻ സി ആണ്. 3, 5 മാത്രം. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ആരവല്ലി പർവ്വതവുമായി ബന്ധമില്ലാത്തത് കണ്ടെത്തുക. ഇത് ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള പർവ്വതനിരയാണ്. ഈ പർവ്വതനിരയുടെ ഭാഗമാണ് മൗണ്ട് അബു. ഈ പർവ്വതനിരയിലെ ഏറ്റവും ഉയർന്ന കൊടുമുടിയാണ് ഗുരുശിഖർ. ഡൂൺ താഴ്വരകൾ സ്ഥിതി ചെയ്യുന്നത് ഈ പർവ്വതനിരകളിലാണ്. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. ഡൂൺ താഴ്വരകൾ സ്ഥിതി ചെയ്യുന്നത് ഈ പർവ്വതനിരകളിലാണ്. ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരത്തിൽ ഉൾപ്പെടാത്ത തീരസമതലം കണ്ടെത്തുക. വടക്കൻ സിർക്കാസ് തീരം, മലബാർ തീരം, കൊങ്കൺ തീരം, ഗുജറാത്ത് തീരം. ഉത്തരം ഓപ്ഷൻ എ വടക്കൻ സിർക്കാസ് തീരം. താഴെ തന്നിരിക്കുന്നവയിൽ നിന്ന് ശരിയായ ജോഡി കണ്ടെത്തുക. ട്രാൻസ് ഹിമാലയ ഖാസി കുന്നുകൾ, ഉപദ്വീപീയ പീഠഭൂമി ഛോട്ടാ നാഗ്പൂർ, ഹിമാലയ പൂർവഘട്ടം, കിഴക്കൻ മലനിരകൾ, ലഡാക്ക്. ഉത്തരം ഓപ്ഷൻ ബി ഉപദ്വീപീയ പീഠഭൂമി ഛോട്ടാ നാഗ്പൂർ. 4 ഇന്ത്യൻ സംസ്ഥാനങ്ങളെ വലുപ്പത്തിനനുസരിച്ച് ക്രമീകരിച്ചിരിക്കുന്നു. ശരിയായ ക്രമീകരണം കണ്ടെത്തുക. ഇതിൽ ഓപ്ഷൻ എ ആണ്. രാജസ്ഥാൻ, മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, ഉത്തർപ്രദേശ് എന്നിവയാണ് വലുപ്പത്തിനനുസരിച്ച് കറക്റ്റ് ആയിട്ടുള്ള ക്രമീകരണം. ആന്റോണിയോ ഗുട്ടറസ് ഇപ്പോൾ വാർത്തകളിൽ ഇടം നേടുന്ന വ്യക്തിയാണ്. ആരാണ് ഇദ്ദേഹം? ഇസ്രായേലിന്റെ പ്രസിഡന്റ്, പാലസ്തീനിന്റെ പ്രസിഡന്റ്, UN സെക്രട്ടറി ജനറൽ, അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി. ഉത്തരം ഓപ്ഷൻ സി UN സെക്രട്ടറി ജനറൽ. പുതിയതായി അധികാരമേറ്റ സംസ്ഥാന മുഖ്യമന്ത്രിമാരുടെ പേരും അവരുടെ സംസ്ഥാനങ്ങളും നൽകിയിരിക്കുന്നു. അതിൽ തെറ്റായത് കണ്ടെത്തുക. രാജസ്ഥാൻ ഭജൻലാൽ ശർമ്മ, മധ്യപ്രദേശ് മോഹൻ യാദവ്, തെലങ്കാന രേവന്ത് റെഡ്ഡി, ഛത്തീസ്ഗഡ് ഭൂപേഷ് ബാഗേൽ. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. ഛത്തീസ്ഗഡ് ഭൂപേൽ ബാഗേൽ. ഈ അടുത്ത കാലത്ത് വിനോദസഞ്ചാരം പ്രോത്സാഹിപ്പിക്കുവാൻ ഇന്ത്യ ഉൾപ്പെടെ 33 രാജ്യങ്ങൾക്ക് വിസ ഇളവ് അനുവദിച്ച രാജ്യമേത്? റഷ്യ, ഇറാൻ, ഫ്രാൻസ്, നേപ്പാൾ. ഉത്തരം ഓപ്ഷൻ ബി ഇറാൻ.
2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഒപ്പം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സംസ്ഥാനങ്ങൾ ഏതെല്ലാമാണ്? ആന്ധ്രാപ്രദേശ്, ഹരിയാന, ഒഡീഷ, ആന്ധ്രാപ്രദേശ്, മഹാരാഷ്ട്ര, തമിഴ്നാട്, ഹരിയാന, പഞ്ചാബ്. ഉത്തരം ഓപ്ഷൻ ബി, ഒഡീഷ, ആന്ധ്രാപ്രദേശ്. ചുവടെ നൽകിയിരിക്കുന്ന ജില്ലകളിൽ കർണാടകയുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ജില്ലകൾ കണ്ടെത്തുക. കണ്ണൂർ, കാസർഗോഡ്, തൃശൂർ, പാലക്കാട് എന്നിവയാണ് തന്നിട്ടുള്ളത്. ഉത്തരം ഓപ്ഷൻ എ ആണ്. 1ഉം 2ഉം, കണ്ണൂരും കാസർഗോഡും. കേരളത്തിലെ മൊത്തം താലൂക്കുകളുടെ എണ്ണം എത്രയാണ്? 78, 63, 92, 67. ഉത്തരം ഓപ്ഷൻ എ 78. താഴെ തന്നിരിക്കുന്നവയിൽ കൂട്ടത്തിൽ ചേരാത്തത് കണ്ടെത്തുക. ശാസ്താംകോട്ട കായൽ, പൂക്കോട് തടാകം, അഷ്ടമുടി കായൽ, വെള്ളായണി തടാകം. ഉത്തരം ഓപ്ഷൻ സി, അഷ്ടമുടി കായൽ. പെരിയാർ നദിയുമായി ബന്ധമില്ലാത്ത പ്രസ്താവന കണ്ടെത്തുക. ഈ നദി പശ്ചിമഘട്ടത്തിൽ നിന്ന് ഉത്ഭവിക്കുന്നു. ഈ നദി വിശാലമായ ഡെൽറ്റ സമതലം സൃഷ്ടിക്കുന്നു. എറണാകുളം ജില്ലയിൽ വെച്ചാണ് ഈ നദി അറബിക്കടലുമായി ചേരുന്നത്. ഇടമലയാർ അണക്കെട്ട് ഈ നദിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഉത്തരം ഓപ്ഷൻ ബി ആണ്. ഈ നദി വിശാലമായ ഡെൽറ്റ സമതലം സൃഷ്ടിക്കുന്നു. തന്നിരിക്കുന്ന ജലവൈദ്യുത പദ്ധതികളിൽ ചേരാത്ത ജോഡി കണ്ടെത്തുക. പള്ളിവാസൽ ഇടുക്കി, ഷോളയാർ പാലക്കാട്, കുറ്റ്യാടി കോഴിക്കോട്, കല്ലട കൊല്ലം. ഉത്തരം ഓപ്ഷൻ ബി, ഷോളയാർ പാലക്കാട്. ചുവടെ തന്നിരിക്കുന്ന വന്യജീവി സങ്കേതങ്ങളിൽ ഇടുക്കി ജില്ലയുമായി ബന്ധമില്ലാത്തത് ഏതാണ്? കുറിഞ്ഞിമല, ചിന്നാർ, പെരിയാർ, ആറളം. ഉത്തരം ഓപ്ഷൻ ഡി, ആറളമാണ് ഇടുക്കി ജില്ലയുമായി ബന്ധമില്ലാത്തത്. വരയാടുകളെ പ്രധാനമായും കാണുന്ന ദേശീയോദ്യാനം ഏതാണ്? മതികെട്ടാൻചോല ദേശീയോദ്യാനം, ഇരവിക്കുളം ദേശീയോദ്യാനം, സൈലന്റ് വാലി ദേശീയോദ്യാനം, പാമ്പാടുംചോല ദേശീയോദ്യാനം. ഉത്തരം ഓപ്ഷൻ ബി, ഇരവിക്കുളം ദേശീയോദ്യാനം. കേരളത്തിലെ പ്രധാന മത്സ്യബന്ധന തുറമുഖങ്ങളും അവ സ്ഥിതി ചെയ്യുന്ന ജില്ലകളും തന്നിരിക്കുന്നു. യോജിക്കുന്നവ കണ്ടെത്തുക. ബേപ്പൂർ കോഴിക്കോട്, മുനമ്പം എറണാകുളം, ശക്തികുളങ്ങര ആലപ്പുഴ, തോപ്പുംപടി തൃശൂർ, അഴീക്കൽ കൊല്ലം. ഉത്തരം ഓപ്ഷൻ ഡി, അഴീക്കൽ കൊല്ലം. 1ഉം 2ഉം 5ഉം. ഈ തവണ അർജുന അവാർഡിന് നിർദ്ദേശിക്കപ്പെട്ട മലയാളി താരം എം ശ്രീശങ്കർ ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഹോക്കി, അത്ലറ്റിക്സ്, ഫുട്ബോൾ, ക്രിക്കറ്റ്. ഉത്തരം ഓപ്ഷൻ ബി, അത്ലറ്റിക്സ്. ഇന്ത്യയിൽ നടക്കുന്ന 4 തരം തെരഞ്ഞെടുപ്പ് താഴെ പറയുന്നു. അതിൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്താത്ത തെരഞ്ഞെടുപ്പ് ഏതാണ്? ഇന്ത്യൻ പ്രസിഡന്റിന്റെ തെരഞ്ഞെടുപ്പ്, ലോക്സഭാ തെരഞ്ഞെടുപ്പ്, നിയമസഭാ തെരഞ്ഞെടുപ്പ്, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ്. ഉത്തരം ഓപ്ഷൻ ഡി, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ്. നഗരങ്ങളിലെ തൊഴിൽ രഹിതർക്ക് പ്രയോജനപ്പെടുന്ന പരിപാടി സർക്കാരിന്റെ ഏത് പദ്ധതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അന്ത്യോദയ അന്ന യോജന, അന്നപൂർണ, സ്വർണ ജയന്തി ഷഹാരി റോസ്ഗാർ യോജന, മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി. ഉത്തരം ഓപ്ഷൻ സി, സ്വർണ ജയന്തി ഷഹാരി റോസ്ഗാർ യോജന. ബ്രിട്ടീഷ് ഭരണത്തെ വെണ്ണീജ ഭരണം എന്ന് വിശേഷിപ്പിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആര്? ചട്ടമ്പി സ്വാമികൾ, വൈകുണ്ഠസ്വാമികൾ, ശ്രീനാരായണ ഗുരു, അയ്യങ്കാളി. ഉത്തരം ഓപ്ഷൻ ബി, വൈകുണ്ഠസ്വാമികൾ. ബ്രിട്ടീഷ് ഭരണത്തെ വെണ്ണീജ ഭരണം എന്ന് വിശേഷിപ്പിച്ച സാമൂഹിക പരിഷ്കർത്താവ് വൈകുണ്ഠസ്വാമികൾ. ലോകത്ത് ഏറ്റവും കൂടുതൽ ചണം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഏത്? ബ്രസീൽ, ചൈന, അമേരിക്ക, ഇന്ത്യ. ഉത്തരം ഓപ്ഷൻ ഡി, ഇന്ത്യയാണ് ഏറ്റവും കൂടുതൽ ചണം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം. ആഹാരം നന്നായി ചവച്ചരച്ച് കഴിക്കണമെന്ന് പറയാൻ കാരണമെന്ത്? ആഹാരത്തിന്റെ രുചി അറിയാൻ, പല്ലിന് വ്യായാമം ലഭിക്കാൻ, ദഹനം സുഗമമാക്കാൻ, ആഹാരത്തിൽ ഹൈഡ്രോക്ലോറിക് ആസിഡ് കലരാൻ. ഉത്തരം ഓപ്ഷൻ സി, ദഹനം സുഗമമാക്കാൻ. ആപ്പിളിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏത്? ലാക്റ്റിക് ആസിഡ്, മാലിക് ആസിഡ്, സിട്രിക് ആസിഡ്, അസറ്റിക് ആസിഡ്. ഉത്തരം ഓപ്ഷൻ ബി, മാലിക് ആസിഡ്. ആപ്പിളിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് മാലിക് ആസിഡ്. ഇന്ത്യയുടെ സൗരദൗത്യത്തിന്റെ പേരെന്ത്? ആദിത്യ L1, മംഗൾയാൻ, ചന്ദ്രയാൻ, ഗഗൻയാൻ. ഉത്തരം ഓപ്ഷൻ എ, ആദിത്യ L1. ഇന്ത്യയുടെ സൗരദൗത്യത്തിന്റെ പേര് ആദിത്യ L1. ഏകദിന ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ സെഞ്ചുറി നേടിയ ക്രിക്കറ്റ് താരം ആര്? രോഹിത് ശർമ്മ, KL രാഹുൽ, വിരാട് കോഹ്ലി, സച്ചിൻ ടെണ്ടുൽക്കർ.
ഉത്തരം ഓപ്ഷൻ സി വിരാട് കോഹ്ലി. മികച്ച നടനുള്ള 69ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരം 2023 നേടിയ നടൻ ആര്? അല്ലു അർജുൻ, മമ്മൂട്ടി, അമിതാഭ് ബച്ചൻ, രജനീകാന്ത്. ഉത്തരം ഓപ്ഷൻ എ അല്ലു അർജുൻ. 2024 സമ്മർ ഒളിമ്പിക്സ് നടത്തുവാൻ നിശ്ചയിച്ചിരിക്കുന്ന വേദി എവിടെയാണ്? ലണ്ടൻ, മോസ്കോ, ബീജിംഗ്, പാരീസ്. ഉത്തരം ഓപ്ഷൻ ഡി പാരീസ്. നിശാന്തത, സ്കർവി എന്നീ രോഗങ്ങൾ ഏത് വിഭാഗത്തിൽ ഉൾപ്പെടുന്നു? ജനിതക രോഗങ്ങൾ, തൊഴിൽജന്യ രോഗങ്ങൾ, അപര്യാപ്ത രോഗങ്ങൾ, ഇവയേതുമല്ല. ഉത്തരം ഓപ്ഷൻ സി ആണ് അപര്യാപ്ത രോഗങ്ങൾ. താഴെ തന്നിരിക്കുന്നവയിൽ സങ്കര ഇനം നെല്ലിനങ്ങൾ ഏവ? ലോല, മാലിക, കിരൺ, അർക്ക, സൂര്യ, ശ്വേത, പവിത്ര, അന്നപൂർണ. ഉത്തരം ഓപ്ഷൻ ഡി പവിത്ര, അന്നപൂർണ. ഉപയോഗിച്ച ശേഷം അലക്ഷ്യമായി വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക്കിനെ സംബന്ധിച്ച് ശരിയല്ലാത്ത പ്രസ്താവന ഏത്? ദീർഘകാലം മണ്ണിൽ നശിക്കാതെ കിടക്കുന്നു, മണ്ണിലേക്ക് ജലം ഇറങ്ങുന്നത് തടയുന്നു, വേരുകളുടെ വളർച്ച തടസ്സപ്പെടുത്തുന്നു, മണ്ണിലെ ജൈവവസ്തുക്കളെ വിഘടിപ്പിച്ച് ഫലപുഷ്ടി വർദ്ധിപ്പിക്കുന്നു. ഉത്തരം ഓപ്ഷൻ ഡി ആണ് മണ്ണിലെ ജൈവവസ്തുക്കളെ വിഘടിപ്പിച്ച് ഫലപുഷ്ടി വർദ്ധിപ്പിക്കുന്നു. എല്ലുകളുടെയും പല്ലുകളുടെയും നിർമ്മാണത്തിനും പേശികളുടെയും നാഡികളുടെയും പ്രവർത്തനത്തിനും ആവശ്യമായ മൂലകങ്ങൾ ഏതെല്ലാം? കാൽസ്യം, സോഡിയം, ഫോസ്ഫറസ്, അയഡിൻ. ഉത്തരം ഓപ്ഷൻ എ ആണ് 1ഉം 2ഉം ആണ് ശരി. താഴെ തന്നിരിക്കുന്നവയിൽ വംശനാശ ഭീഷണി നേരിടുന്ന ജീവികളേവ? സഞ്ചാരിപ്രാവ്, മലമുഴക്കി വേഴാമ്പൽ, മലബാർ വെരുക്, ക്വാഗ. ഇവയാണ് തന്നിട്ടുള്ളത്. ഉത്തരം ഓപ്ഷൻ സി ആണ് 2ഉം 3ഉം ശരി. 2023 നിപ്പ വൈറസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ട ജില്ല? കോഴിക്കോട്, വയനാട്, പാലക്കാട്, ഇടുക്കി. ഉത്തരം ഓപ്ഷൻ എ കോഴിക്കോട്. ഐക്യരാഷ്ട്ര സംഘടന 2023 എന്ത് വർഷമായാണ് ആചരിക്കുന്നത്? നെല്ല്, ജൈവ വൈവിധ്യം, മണ്ണ്, ചെറുധാന്യങ്ങൾ. ഉത്തരം ഓപ്ഷൻ ഡി ചെറുധാന്യങ്ങൾ. ചില ലോഹങ്ങളും അവയുടെ അയിരുകളും താഴെ തന്നിരിക്കുന്നു. ശരിയല്ലാത്ത ജോഡി കണ്ടെത്തുക. അലുമിനിയം, ബോക്സൈറ്റ്, സിങ്ക്, ഗലീന, ഇരുമ്പ്, ഹെമറ്റൈറ്റ്, കോപ്പർ, കുപ്രൈറ്റ്. ഉത്തരം ഓപ്ഷൻ ബി സിങ്ക്, ഗലീന. ഒരു വസ്തുവിന് അതിൻ്റെ ചലനം കൊണ്ട് സാധ്യമാകുന്ന ഊർജമാണ് ഗതികോർജം. ഗതികോർജം താഴെ തന്നിരിക്കുന്നവയിൽ എന്തിനെയെല്ലാം ആശ്രയിച്ചിരിക്കുന്നു? ഉയരം, മാസ്, പ്രവേഗം, ഗുരുത്വാകർഷണ ബലം എന്നിവയാണ് തന്നിട്ടുള്ളത്. ഉത്തരം ഓപ്ഷൻ സി ആണ് 2ഉം 3ഉം. എന്ത് കണ്ടുപിടുത്തവുമായി ബന്ധപ്പെട്ടാണ് മൗങ്കി ബവേൽഡി, ലൂയിസ് ഇ ബ്രൂസ്, അലക്സി ഐ ഇക്കിമോവ് എന്നിവർക്ക് 2023 രസതന്ത്രത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ചത്? ക്ലിക്ക് കെമിസ്ട്രി, കോവിഡ് വാക്സിൻ, ഓർഗാനോ കറ്റാലിസിസ്, ക്വാണ്ടം ഡോട്ട്സ്. ഉത്തരം ഓപ്ഷൻ ഡി ക്വാണ്ടം ഡോട്ട്സ്. ശബ്ദതരംഗവുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയല്ലാത്തവ കണ്ടെത്തുക. വസ്തുക്കളുടെ കമ്പനം മൂലമാണ് ശബ്ദമുണ്ടാകുന്നത്. ശബ്ദത്തിന് സഞ്ചരിക്കുവാൻ ഒരു മാധ്യമം ആവശ്യമാണ്. സാധാരണഗതിയിൽ ഒരാൾക്ക് 20 ഹെർട്സ് മുതൽ 20,000 ഹെർട്സ് വരെ ആവൃത്തിയിലുള്ള ശബ്ദം കേൾക്കാൻ കഴിയും. ശബ്ദം ഏറ്റവും വേഗത്തിൽ സഞ്ചരിക്കുന്നത് വായുവിലാണ്. ഇവയാണ് തന്നിട്ടുള്ളത്. ഉത്തരം ഓപ്ഷൻ സി ആണ് 4 മാത്രം. ചന്ദ്രയാൻ 3ന്റെ വിക്ഷേപണത്തിൽ അവസാന ഘട്ടത്തിലുള്ള ക്രയോജനിക് എഞ്ചിനിൽ ഉപയോഗിച്ചിരിക്കുന്ന പ്രൊപ്പല്ലന്റ് ഏത്? ബ്യൂട്ടൈൻ, ദ്രാവക അമോണിയ, സൾഫർ ഡയോക്സൈഡ്, ദ്രാവക ഹൈഡ്രജനും ദ്രാവക ഓക്സിജനും. ഉത്തരം ഓപ്ഷൻ ഡി ദ്രാവക ഹൈഡ്രജനും ദ്രാവക ഓക്സിജനും. എക്സ് എന്ന മൂലകത്തിന്റെ ഇലക്ട്രോൺ വിന്യാസം 281 ആയാൽ ആ മൂലകത്തിലെ ആകെ ഷെല്ലുകളുടെ എണ്ണം എത്ര? 3, 2, 8, 11. ഉത്തരം ഓപ്ഷൻ എ 3. ഹൈഡ്രജൻ വാതകത്തെ സംബന്ധിച്ച് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ കണ്ടെത്തുക. ഹൈഡ്രജൻ വാതകം കണ്ടുപിടിച്ചത് ഹെൻറി കാവൻഡിഷ് ആണ്. ഹൈഡ്രജൻ ഒരു ലോഹമാണ്. ഹൈഡ്രജന്റെ ഒരു ഐസോട്ടോപ്പാണ് റേഡിയം. സൂര്യനിലെയും നക്ഷത്രങ്ങളിലെയും മുഖ്യ ഘടകം ഹൈഡ്രജൻ ആണ്. ഉത്തരം ഓപ്ഷൻ സി ആണ് 1ഉം 4ഉം ആണ് ശരിയായിട്ടുള്ള പ്രസ്താവന. ജലജന്യ രോഗമായ ഡയേറിയയ്ക്ക് കാരണമായ രോഗാണു? ബാക്ടീരിയ, വൈറസ്, ഫംഗസ്, പ്രോട്ടോസോവ. ഉത്തരം ഓപ്ഷൻ എ ആണ് ബാക്ടീരിയ.
കൊതുക് നശീകരണത്തിലൂടെ പ്രതിരോധിക്കാൻ കഴിയുന്ന രോഗങ്ങളേവ? മഞ്ഞപ്പിത്തം, മന്ത്, മീസൽസ്, മലമ്പനി എന്നിവയാണ് ഇവിടെ തന്നിട്ടുള്ളത്. ഉത്തരം ഓപ്ഷൻ ഡി ആണ്, 2ഉം 4ഉം. അതായത് മന്തും മലമ്പനിയും. ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ട നാരുകളെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായവ കണ്ടെത്തുക. സസ്യാഹാരത്തിലൂടെ ലഭിക്കുന്നതും എന്നാൽ ശരീരത്തിന് ദഹിപ്പിക്കാൻ കഴിയാത്തതുമായ ഒരു തരം ധാന്യകമാണിത്. ശരീര നിർമ്മിതിക്കും വളർച്ചയ്ക്കും സഹായിക്കുന്നു. ഇവ സെല്ലുലോസ് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഊർജ ഉൽപാദനത്തിന് സഹായിക്കുന്നു. ഉത്തരം ഓപ്ഷൻ എ ആണ്, 1ഉം 3ഉം ശരി. ഹൃദയമിടിപ്പ് അറിയാനുള്ള ഉപകരണമാണ് തെർമോമീറ്റർ, സ്റ്റെതസ്കോപ്പ്, ബാരോമീറ്റർ, ലാക്ടോമീറ്റർ. ഉത്തരം ഓപ്ഷൻ ഡി, സ്റ്റെതസ്കോപ്പ് ആണ് ഹൃദയമിടിപ്പ് അറിയാനുള്ള ഉപകരണം. വാക്സിനുകളുമായി ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയല്ലാത്തതേത്? വാക്സിനുകളെല്ലാം കുത്തിവയ്പ്പിലൂടെ നൽകുന്നവയാണ്. രോഗങ്ങളെ പ്രതിരോധിക്കാൻ ശരീരത്തിന് കൃത്രിമമായി കഴിവ് നേടിക്കൊടുക്കുന്ന വസ്തുക്കളാണ്. ഡോക്ടർ എഡ്വേർഡ് ജെന്നറാണ് ആധുനിക പ്രതിരോധ കുത്തിവയ്പ്പിന് തുടക്കം കുറിച്ചത്. ജനനം മുതൽ വളർച്ചയുടെ വിവിധ ഘട്ടങ്ങളിൽ നൽകുന്ന വാക്സിനുകൾ ഇപ്പോൾ നിലവിലുണ്ട്. ഉത്തരം ഓപ്ഷൻ എ ആണ്, വാക്സിനുകളെല്ലാം കുത്തിവയ്പ്പിലൂടെ നൽകുന്നവയാണ്. വൈറ്റ് കെയിൻ, ഡാക്ടൈൽ വാച്ച്, ടോക്കിംഗ് വാച്ച് പോലുള്ള സംവിധാനങ്ങൾ ഏത് ജ്ഞാനേന്ദ്രിയവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കണ്ണ്, ചെവി, മൂക്ക്, നാക്ക്. ഉത്തരം ഓപ്ഷൻ എ, കണ്ണ്. താഴെ തന്നിരിക്കുന്നവയിൽ നിന്നും ശരിയായ ജോഡി കണ്ടെത്തുക. ക്ഷയം, വൈറസ്, ചിക്കൻ ബോക്സ്, പ്ലാസ്മോഡിയം, മലേറിയ, ഫംഗസ്, ഡയേറിയ, ബാക്ടീരിയ. ഉത്തരം ഓപ്ഷൻ ഡി, ഡയേറിയ, ബാക്ടീരിയ. ജീവിതശൈലി രോഗവുമായി ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായിട്ടുള്ളവ കണ്ടെത്തുക. ഭക്ഷണശീലത്തിൽ വന്ന മാറ്റങ്ങൾ, വ്യായാമമില്ലായ്മ എന്നിവ രോഗങ്ങൾക്ക് കാരണമാകുന്നു. പുകവലി, മദ്യപാനം, മാനസിക സംഘർഷം എന്നിവ രോഗത്തെ ക്ഷണിച്ചു വരുത്തുന്നു. അണുബാധ, ജീനുകൾക്കുണ്ടാകുന്ന തകരാറുകൾ. ഉത്തരം ഓപ്ഷൻ എ ആണ്, 1ഉം 2ഉം ശരി. വിറ്റാമിനുകളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയല്ലാത്തതേത്? വിറ്റാമിൻ കെ രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്നു. വിറ്റാമിൻ സി കൊഴുപ്പിൽ ലയിക്കുന്നവയാണ്. വിറ്റാമിൻ ഡി സൂര്യപ്രകാശം ഏൽക്കുമ്പോൾ ശരീരത്തിൽ നിർമ്മിക്കപ്പെടുന്നു. വിറ്റാമിൻ ബി വെള്ളത്തിൽ ലയിക്കുന്നവയാണ്. ഉത്തരം ഓപ്ഷൻ ബി, വിറ്റാമിൻ സി കൊഴുപ്പിൽ ലയിക്കുന്നവയാണ്. കേരളത്തിൽ വ്യാപകമായ ഡെങ്കിപ്പനി, ചിക്കുൻ ഗുനിയ പോലുള്ള രോഗങ്ങൾ പകരാതിരിക്കുന്നതിന് സ്വീകരിക്കാവുന്ന മുൻകരുതലുകൾ എന്തെല്ലാമാണ്? ചുറ്റുപാടുകളിൽ വെള്ളം കെട്ടി നിൽക്കാൻ അനുവദിക്കരുത്. തിളപ്പിച്ചാറിയ വെള്ളം കുടിക്കുക. ആഹാര പദാർത്ഥങ്ങൾ അടച്ചു സൂക്ഷിക്കുക. കൊതുക് വല പോലുള്ള ഉപായങ്ങൾ സ്വീകരിക്കുക. ഉത്തരം ഓപ്ഷൻ സി ആണ്, 1ഉം 4ഉം ശരി. ഡിവൈസ് ക്ലോഷർ എന്നറിയപ്പെടുന്ന ചികിത്സാ രീതി ഏത് അവയവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഹൃദയം, ശ്വാസകോശം, വൃക്ക, കരൾ. ഉത്തരം ഓപ്ഷൻ എ, ഹൃദയം. അടുത്തിടെ GI ടാഗ് ലഭിച്ച ചേക്വ അരി ഏത് സംസ്ഥാനത്തെ മാന്ത്രിക അരി എന്നറിയപ്പെടുന്നു? ബീഹാർ, ബംഗാൾ, ആസാം, മേഘാലയ. ഉത്തരം ഓപ്ഷൻ സി ആണ്, ആസാം. 2023 ഓഗസ്റ്റിൽ EG 5.1 എന്ന കോവിഡ് വകഭേദം റിപ്പോർട്ട് ചെയ്ത ഇന്ത്യൻ സംസ്ഥാനം? കർണാടക, ഗുജറാത്ത്, ഉത്തർപ്രദേശ്, മഹാരാഷ്ട്ര. ഉത്തരം ഓപ്ഷൻ ഡി, മഹാരാഷ്ട്ര. ഇന്ത്യയിൽ ആദ്യമായി ജല ബജറ്റ് തയ്യാറാക്കുന്ന സംസ്ഥാനം? കേരളം, കർണാടക, തമിഴ്നാട്, ഉത്തർപ്രദേശ്. ഉത്തരം ഓപ്ഷൻ എ, കേരളം. 32² = 1024 ആയാൽ 0.0011024 വർഗമൂല്യം എത്ര? 320, 0.032, 0.32, 0.0032. ഉത്തരം ഓപ്ഷൻ ബി ആണ്, 0.032. 28 എന്ന ഭാജ്യസംഖ്യയുടെ ഘടകങ്ങളുടെ എണ്ണം? 6, 3, 9, 8. ഉത്തരം ഓപ്ഷൻ എ, 6. 3 + 6 + 9 + etc. + 180 ഡാഷ് + 180 എത്ര? 5490, 4950, 5400. ഇതൊന്നുമല്ല. ഉത്തരം ഓപ്ഷൻ സി ആണ്, 5400. 3 × 10 + 5 × 1 + 8/10 + 3/1000 എത്ര?
35.83, 35.083, 35.0083, 35.803. ഉത്തരം ഓപ്ഷൻ ഡി 35.803. എക്സിന്റെ 15% വൈയുടെ 40% തുല്യമായാൽ x⁻y കാണുക. 5�3, 8�3, 3⁵, 3�8. ഉത്തരം ഓപ്ഷൻ ബി ആണ് 8�3. ഒരു തീവണ്ടിയുടെ ശരാശരി വേഗത 90 km/മണിക്കൂർ എങ്കിൽ ആ തീവണ്ടി 15 മിനിറ്റ് കൊണ്ട് സഞ്ചരിക്കുന്ന ദൂരമെന്ത്? 45 കിലോമീറ്റർ, 30 കിലോമീറ്റർ, 22.5 കിലോമീറ്റർ, 25 കിലോമീറ്റർ. ഉത്തരം ഓപ്ഷൻ സി ആണ് 22.5 കിലോമീറ്റർ. 1250 രൂപ 5% സാധാരണ പലിശ നിരക്കിൽ ഒരു ബാങ്കിൽ നിക്ഷേപിച്ചാൽ 1750 രൂപ കിട്ടുന്നതിന് എത്ര വർഷം വേണം? 4, 5, 7, 8. ഉത്തരം ഓപ്ഷൻ ഡി 8. ഒരു തൊഴിലാളിയുടെ തുടർച്ചയായ 5 ദിവസത്തെ കൂലി 800, 760, 780, 750, 720 രൂപ എന്നിവയാണ്. 6 ദിവസത്തെ ശരാശരി കൂലി 775 രൂപ ആയാൽ 6-ാം ദിവസത്തെ കൂലി എത്ര? 750, 820, 740, 840. ഉത്തരം ഓപ്ഷൻ ഡി 840. ഒരു സംഖ്യയുടെ 40% 160 ആയാൽ ആ സംഖ്യയുടെ 30% എത്ര? 120, 180, 100, 110. ഉത്തരം ഓപ്ഷൻ എ 120. 48 - 12 × 3 + 8/10 - 18/3 = 16, 5, 12, 18. ഉത്തരം ഓപ്ഷൻ ബി 5. കൂട്ടത്തിൽ പെടാത്തത് ഏത്? 16/10, 1 × 3/5, 5/8, 8/5. ഉത്തരം ഓപ്ഷൻ സി 5/8. 10 പേർ പരസ്പരം ഹസ്തദാനം ചെയ്താൽ ആകെ എത്ര ഹസ്തദാനം ഉണ്ടാകും? 90, 45, 40, 50. ഉത്തരം ഓപ്ഷൻ ബി 45. താഴെ തന്നിരിക്കുന്ന സംഖ്യകൾ അവരോഹണ ക്രമത്തിൽ എഴുതുമ്പോൾ മൂന്നാമതായി വരുന്ന സംഖ്യ ഏത്? 115, 125, 105, 145, 118, 121, 119 എന്നിവയാണ് തന്നിട്ടുള്ളത്. ഓപ്ഷൻസ് 118, 125, 121, 115. ഉത്തരം ഓപ്ഷൻ സി 121. BDE, EGH, HJK എന്ന ശ്രേണിയിലെ അടുത്ത പദം ഏത്? JLM, KMN, JMN, KLM. ഉത്തരം ഓപ്ഷൻ ബി KMN. ഒറ്റയാനെ കണ്ടെത്തുക. 8�33, 12�37, 7�22, 15�46. ഉത്തരം ഓപ്ഷൻ എ 8�33. അജയന് വിജയനേക്കാൾ 10 വയസ്സ് കൂടുതലാണ്. അടുത്ത വർഷം അജയന്റെ പ്രായം വിജയന്റെ പ്രായത്തേക്കാൾ ഇരട്ടിയാകുമെങ്കിൽ വിജയന്റെ വയസ്സ് എത്ര? 5, 12, 9, 7. ഉത്തരം ഓപ്ഷൻ സി 9. 9 കൊണ്ട് ഹരിക്കുമ്പോൾ 3ഉം 12 കൊണ്ട് ഹരിക്കുമ്പോൾ 6ഉം 14 കൊണ്ട് ഹരിക്കുമ്പോൾ 8ഉം ശിഷ്ടം വരാവുന്ന ഏറ്റവും ചെറിയ സംഖ്യ ഏത്? 252, 246, 168, 264. ഉത്തരം ഓപ്ഷൻ ബി 246. സൺ എന്ന വാക്ക് RTTVMO എന്ന കോഡ് ചെയ്താൽ പെൻ എന്ന വാക്ക് എങ്ങനെ കോഡ് ചെയ്യാം? ഉത്തരം ഓപ്ഷൻ എ ആണ് OQDFMO എന്നാണ് ഉത്തരം. 1/5 + 1/5² + 1/5³ = ഡാഷ്. 0.248, 0.310, 0.428, 0.284. ഉത്തരം ഓപ്ഷൻ എ 0.248. 2/3 × 3/2, 2/2 × 3/3 എന്നീ സംഖ്യകളുടെ ലസാഗു എന്ത്? 36, 72, 216, 512. ഉത്തരം ഓപ്ഷൻ സി 216.